Hi guys, welcome to my video. എൻ്റെ യൂണിഫോമേ തേച്ചപ്പോൾ ഒന്ന് കീറിപ്പോയി. അപ്പോൾ വേറെ ഒരു തുണി വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ. പോണ വഴിയിൽ ടീച്ചറെ വിളിച്ചപ്പോൾ ടീച്ചർ സ്കൂളിൽ നിന്ന് തുണി തരാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ, അങ്ങനെ അച്ഛന് കുറച്ച് ഡ്രസ്സ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. ബോക്സിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടണ സ്ഥലത്തേക്കാട്ട ഞങ്ങളെ പോയത്. അച്ഛന് വേറെ ബനിയനൊക്കെ നോക്കണ്ടായിരുന്നു കേട്ടോ. എത്ര സാധനങ്ങളാ അവിടെ. ഞാൻ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അപ്പുണ്ടടാ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ. ഞാൻ സൈക്കിളിൻ്റെ അടുത്തേക്കാട്ടാ പോയത്. അവിടുത്തെ ഒരു സൈക്കിൾ ഞാൻ ആദ്യം ഓടിച്ചു നോക്കി, പിന്നെ ഞാൻ ഒരു വലിയ സൈക്കിൾ ഓടിച്ചു നോക്കിയേ. ഓടിച്ചു നോക്കണോണ്ട അവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ നമ്മൾ ഓടിക്കുമ്പോഴേ ഈ ഫ്രണ്ടിലത്തെ കാറ്റടി പറക്കുണ്ടായിരുന്നുവേ. ഞാൻ വലുതാവുമ്പോൾ എനിക്ക് മേടിച്ചു തരാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടേ. ഇപ്പം എനിക്ക് എന്തായാലും മേടിച്ചു തരില്ല. ഇപ്പം എനിക്ക് സൈക്കിൾ ഉണ്ടല്ലോ. എന്താന്ന് ഓടിക്കല് നിർത്താണ്ടായപ്പോ അച്ഛനെ പിടിച്ചോണ്ട് പോന്നു അവിടെ നിന്ന്. ഞാൻ പിണങ്ങിയിരിക്കുകയാണ് അച്ഛനോട്. കുറച്ചേരം പിണങ്ങി നടന്നു നോക്കി, പക്ഷെ എത്തില്ല. അവരാരും എൻ്റെ മറ്റു കൂടി ചെയ്യണില്ല. പിന്നെ ഞാൻ അമ്മോട് വന്ന് കുറച്ച് പരാതി വന്നു. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇത് നമ്മൾ നീന്തുമ്പോൾ ഉപയോഗിക്കണ കണ്ണാടിയാണ്. ജസ്റ്റ് ഞാനൊന്ന് വെച്ച് നോക്കിയതാ. ഇപ്പൊ താഴെയാണ് ഞാന്. ഒരുവിധം രക്ഷപ്പെട്ടതേ. പിന്നെ ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു. ഫോട്ടോഷൂട്ടും ഉണ്ടായിരുന്നു. മാക്സിമം കളിക്കാനുള്ള പോലെ ഞാൻ കളിച്ചു. പിന്നെ കുറേ ജിമ്മിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ റിങ്ങിൻ്റെ ചെറുതെൻ്റെ വീട്ടിലുണ്ട്. അപ്പം വലുതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ ഗൈസ്. അവസാനം ഞാൻ തോറ്റ് തൊപ്പിട്ടു. അവസാനം ഞാൻ അത് അവിടെ വെച്ചിട്ട് പോന്ന്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴേ നിൽക്കണൊരു ചേട്ടൻ. ഞാനും കൂടെ നിന്നു. ആ ചേട്ടനൊരു കൂട്ട് വേണ്ടേ. എങ്ങനെയുണ്ട്? ഇതാണ് കേട്ടോ ടേബിൾ ടെന്നീസ്. ഞാൻ അച്ഛന് കളിക്കണം പോലെ കാണിച്ചതാട്ടാ. അവിടെ ബോളൊന്നും ഉണ്ടായിരുന്നില്ല. വില്ലിനകത്ത് ചെന്നപ്പോഴേ ഇതായിരിക്കണം കുറേ കളർഫുള്ളായിട്ടുള്ള ബോളുകൾ. ഞാൻ 1-2 ഒക്കെ തട്ടി നോക്കി. വാങ്ങിയില്ലെങ്കിൽ നമുക്ക് തട്ടാൻ പറ്റുമല്ലോ. ഇത് എൻ്റെ നമ്മുടെ ഉള്ള പോലത്തെ ബോട്ടിലാട്ടോ. അപ്പൊ വെറുതെ ഒന്ന് നോക്കിയതാണ്. ഇതെങ്ങനെയുണ്ട് ഈ സംഭവം? അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കയറിയിരുന്നു കേട്ടോ. ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഇങ്ങനെ ചാടാനുള്ള സാധനം കണ്ടു കേട്ടോ. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ചെറിയ പേടിയുണ്ട്. പിന്നെ ഞാനങ്ങ് തകർത്തില്ലേ. പിന്നെ കൂടെ എൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടാ. അവൾക്ക് ഞാൻ ചാർന്നിട്ട് അവള് പേടിച്ചിട്ട് പോയി. കുറെ നേരം കളിച്ചതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി. അപ്പം ഇത്രയുള്ള എന്നിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.